ഒന്നുകൂടി വിക്രമൻ നായരുടെ പ്രതികരണം കണ്ടു നോക്കാം. വേറെ രാഷ്ട്രീയക്കാരൊക്കെ എങ്ങനെയാ ബന്ധം? രാഷ്ട്രീയക്കാരോ വന്നിട്ടുണ്ട്. ഇവിടെ പ്രയാർ ഗോപാലകൃഷ്ണൻ വന്നിട്ടുണ്ട്, പിന്നെ നമ്മളെ MP പ്രകാശ് വന്നിട്ടുണ്ട്, അടൂർ പ്രകാശ്. ഇതൊക്കെ മുമ്പ്. പിന്നെ OSMP വന്നിട്ടുണ്ട്, OSMP അങ്ങനെ ഇവിടെ ഉള്ള പിന്നെ എല്ലാവരും വരുന്നുണ്ട്. അടൂർ പ്രകാശ് ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. കെ സജീഷിലേക്ക് കൂടി. സജീഷ്, ഇപ്പോൾ UDF കൺവീനറും മുൻ മന്ത്രിയും ഒരുപോലെ വെട്ടിലാകുന്ന കാഴ്ച. കടകംപള്ളിക്കെതിരായ വാർത്ത വന്ന ഘട്ടത്തിൽ തന്നെ അടൂർ പ്രകാശിന് പോറ്റിയുമായി ബന്ധമെന്ത് എന്ന ചോദ്യം ഉയർന്നതാണ്. അപ്പോൾ അടൂർ പ്രകാശും അവിടേക്ക് പോയിട്ടുണ്ട്, ഒരുപാട് തവണ വന്നിട്ടുണ്ടെന്നാണ് ഇപ്പോൾ വിക്രമൻ നായർ പറയുന്നത്. അപ്പോൾ UDFന്റെ ആയുധത്തിന് മൂർച്ച കുറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നുണ്ടോ ഈ വിഷയം? സ്മൃതി, നേരത്തെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അടൂർ പ്രകാശിനെതിരെയും പ്രയാർ ഗോപാലകൃഷ്ണനെതിരെയും ആരോപണം വന്നിരുന്നു. അന്നത്തെ ദേവസ്വം ബോർഡ് ഭരണസമിതിയും അടക്കം ഇതിൽ ഈ കൊള്ളയ്ക്ക് കൂട്ടുനിന്ന ആരോപണവും അതിനുള്ള തെളിവുകളും പുറത്തു വന്നപ്പോൾ തന്നെ UDF പ്രതിരോധത്തിലായിരുന്നു. ആ UDFനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ ഈ മഹർസ സാക്ഷിയുടെ വെളിപ്പെടുത്തൽ കൂടി വരുന്നത്. കടകംപള്ളി സുരേന്ദ്രൻ മാത്രമല്ല, അടൂർ പ്രകാശും പ്രയാർ ഗോപാലകൃഷ്ണനും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ സന്ദർശനം നടത്തിയെന്നാണ് ഇപ്പോൾ ഈ വെളിപ്പെടുത്തലിലൂടെ പുറത്തു വരുന്ന കാര്യം. അതായത് നേരത്തെ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് 2 പ്രാവശ്യം മാത്രമാണ് പോറ്റിയുടെ വീട്ടിൽ പോയതെന്നാണ്. പക്ഷേ ഈ സാക്ഷിയുടെ വെളിപ്പെടുത്തൽ പ്രകാരമാണെങ്കിൽ അടൂർ പ്രകാശ് ഒരുപാട് തവണ പോറ്റിയുടെ വീട്ടിൽ സന്ദർശനം നടത്തിയിട്ടുണ്ടെന്നാണ്. നേരത്തെ സോണിയാഗാന്ധിക്കൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫോട്ടോ വന്ന സമയത്ത് സോണിയാഗാന്ധിയുടെ അപ്പോയിന്റ്മെന്റ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എടുത്തു കൊടുക്കാൻ സഹായിച്ചത് അടൂർ പ്രകാശാണെന്ന വിവരം പുറത്തു വന്നിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഒരു സാമൂഹ്യ പ്രവർത്തകൻ മാത്രമാണ്, തന്റെ മണ്ഡലത്തിലെ ഒരു വോട്ടർ എന്ന നിലയിൽ ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തപ്പോൾ തന്നെ കൂടെ കൂട്ടിയെന്ന് മാത്രമായിരുന്നു അടൂർ ഗോപാലകൃഷ്ണൻ അടൂർ പ്രകാശ് ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞത്. ഏതായാലും ഇപ്പോൾ പുറത്തു വന്ന വെളിപ്പെടുത്തൽ പ്രകാരമാണെങ്കിൽ പോറ്റിയും അടൂർ പ്രകാശും തമ്മിൽ അടുത്ത ബന്ധമുണ്ട്. ഒരുപാട് തവണ അദ്ദേഹം പോറ്റിയുടെ വീട്ടിൽ പോയി സന്ദർശനം നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം വ്യക്തമാക്കുന്നത് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മുഖ്യ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന പോറ്റിയുമായി അടൂർ പ്രകാശിനുള്ള അടുത്ത ബന്ധമാണ്. അത് അക്ഷരാർത്ഥത്തിൽ UDFനെ കൂടുതൽ പ്രതിരോധത്തിലാക്കും. മാത്രമല്ല, സോണിയാഗാന്ധിയിലേക്ക് അടുത്തേക്ക് പോറ്റിയും ഭാര്യയും ഒക്കെ എത്തിയത് എങ്ങനെയാണ് എന്ന ചോദ്യമുണ്ട്. ഒരു സമ്മാനം അവിടെ കൊടുക്കുന്നുണ്ട്, അതിനൊക്കെ അടൂർ പ്രകാശിന്റെ ഇടനില ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ടുണ്ട്. അടൂർ പ്രകാശിന്റെ സാന്നിധ്യത്തിൽ തന്നെയാണ് ആ ചിത്രങ്ങളും ഉണ്ടാകുന്നത്. അപ്പോൾ കൊണ്ടുപോയത് അടൂർ പ്രകാശാണോ എന്ന ചോദ്യം കൂടിയാണ് ഉയരുന്നത്. താനല്ല എന്നാണ് അടൂർ പ്രകാശ് പറഞ്ഞിരുന്നത്. പക്ഷേ പലതവണ വന്നു പോകാറുള്ള ഒരു വീട്ടിൽ അത്രയും ബന്ധമുണ്ടായിരുന്ന പോറ്റിയും അടൂർ പ്രകാശും എന്നുള്ള വിവരങ്ങളല്ലേ ഇപ്പോൾ പുറത്തു വരുന്നത്? അത് തന്നെയാണ്. നേരത്തെ തന്നെ നമുക്ക് വ്യക്തമായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയും അടൂർ പ്രകാശ് തമ്മിൽ അടുത്ത ബന്ധമുണ്ട് എന്ന്. അദ്ദേഹം പോറ്റിയുമായി തനിക്ക് ബന്ധമുണ്ട്, ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയിൽ മാത്രമാണ് അദ്ദേഹത്തെ കണ്ടിരുന്നത്. ആ അർത്ഥത്തിൽ പോറ്റിയുമായി തനിക്ക് ബന്ധമുണ്ട് എന്ന് അടൂർ പ്രകാശ് പറഞ്ഞിരുന്നു. അതോടൊപ്പം അതിന് മുമ്പ് വന്ന ഫോട്ടോ ആയിരുന്നു സോണിയാഗാന്ധിയുമായി ഡൽഹിയിൽ ഒപ്പം നിൽക്കുന്ന ഫോട്ടോയ്ക്കൊപ്പം പോറ്റിക്കൊപ്പം അടൂർ പ്രകാശും ഉണ്ടായിരുന്നു. പോറ്റിക്ക് അപ്പോയിന്റ്മെന്റ് എടുത്തു കൊടുത്തത് അടൂർ പ്രകാശാണ് എന്നാണ് അന്ന് പുറത്തു വന്ന വിവരങ്ങൾ. അതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ പോറ്റിയുമായി നിരന്തര സമ്പർക്കത്തിലുണ്ടായിരുന്ന ആളാണ് അടൂർ പ്രകാശ്. ആ അർത്ഥത്തിൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് UDFും പ്രതിരോധത്തിലേക്ക് പോവുകയാണ്. പ്രത്യേകിച്ച് UDFന്റെ കൺവീനറാണ് അടൂർ പ്രകാശ്, അദ്ദേഹം MP കൂടിയാണ്. ഈ സ്വർണ്ണക്കൊള്ള നടന്ന കാലഘട്ടത്തിലെല്ലാം തന്നെ അതിന്റെ മുഖ്യ ആസൂത്രകനായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അദ്ദേഹത്തിന് നിരന്തര സമ്പർക്കമുണ്ട് എന്ന് വ്യക്തമാണ്. ആ സമ്പർക്കം അല്ലെങ്കിൽ ആ സ്വാധീനമാണ് സോണിയാഗാന്ധിയിലേക്ക് വരെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എത്തിച്ചതെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഏതായാലും മഹസർ സാക്ഷിയുടെ വെളിപ്പെടുത്തൽ കുറെ കൂടി ഗൗരവമുള്ളതാണ്. നിരവധി തവണ അടൂർ പ്രകാശ് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ സന്ദർശനം നടത്തി എന്ന് പറയുമ്പോൾ അവർ തമ്മിലുള്ള അടുപ്പത്തിന്റെ അടുപ്പം തന്നെയാണ് വ്യക്തമാകുന്നത്. ഏതായാലും ഇതിന് UDF നേതൃത്വം എന്തായാലും മറുപടി പറയേണ്ടി വരും. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് LDFിനൊപ്പം UDFും കൂടുതൽ പ്രതിരോധത്തിലേക്ക് പോകുന്നു എന്ന് പറയേണ്ടി വരും. കടകംപള്ളി സുരേന്ദ്രൻ വീട്ടിൽ പോയിട്ടുണ്ട് എന്ന SITക്ക് മൊഴി കൊടുത്ത സാഹചര്യമുണ്ട്. സജീഷ്, അപ്പോഴും കേസുമായി സ്വർണ്ണക്കൊള്ള ആരുടെ കാലത്ത് എന്നുള്ള ചോദ്യമായിരുന്നു. അപ്പോൾ കടകംപള്ളി അന്ന് ദേവസ്വം മന്ത്രിയാണ്. അപ്പോൾ അന്നത്തെ ദേവസ്വം മന്ത്രിയുമായി ബന്ധപ്പെട്ട ആ തരത്തിലാണ് ആരോപണം വരുന്നത്. ഈ നേതാക്കളുമായുള്ള ബന്ധം ആ രൂപത്തിൽ പറയാമെങ്കിലും ഈ കേസുമായി കണക്ട് ചെയ്യുന്ന കാര്യം ഇപ്പോൾ കടകംപള്ളിയുടെ മൊഴിയെടുത്തിരിക്കുന്നു. അടൂർ പ്രകാശിനെ SIT ഇതുവരെ വിളിപ്പിച്ചിട്ടില്ല. ഈ പോറ്റിപ്പോയ വഴികൾ അല്ലെങ്കിൽ പോറ്റിയെ കാണാമെന്ന നേതാക്കളെ മുഴുവൻ ചോദ്യം ചെയ്യുക എന്നുള്ളതല്ലോ SITക്ക് ഈ കേസുമായി കണക്ട് ചെയ്യുന്ന വിവരങ്ങൾ വേണ്ടതുണ്ട്. അതിലേക്ക് കടക്കുമ്പോൾ നിലവിൽ അടൂർ പ്രകാശിനേക്കാൾ ഗുരുതരമായി ഇപ്പോൾ കടകംപള്ളിയല്ലേ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് സജീഷ്? തീർച്ചയായിട്ടും അടൂർ പ്രകാശിനേക്കാൾ കൂടുതൽ കടകംപള്ളി തന്നെയാണ് പ്രതിക്കൂട്ടിൽ നിൽക്കുക. കാരണം അദ്ദേഹം ദേവസ്വം മന്ത്രിയായിരുന്ന സമയത്താണ് ഇതുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെ കാര്യങ്ങളിൽ പോറ്റിയുടെ
പങ്ക് വ്യക്തമാകുന്നത്. അദ്ദേഹത്തിന് ഇപ്പോൾ നേരത്തെ നമുക്ക് നൽകിയ ടെലിബൈറ്റ് പ്രകാരമാണ് എങ്കിൽ 2 തവണ മാത്രമാണ് അദ്ദേഹം പോറ്റിയുടെ വീട്ടിൽ പോയിട്ടുള്ളൂ. മാത്രമല്ല ശബരിമലയിലെ അന്നദാനത്തിനിടെ അദ്ദേഹത്തെ ഇങ്ങോട്ട് വന്ന് പരിചയപ്പെടുകയായിരുന്നു. തന്നെ ക്ഷണിച്ചു കൊണ്ടുപോയത് കൊണ്ടാണ് താൻ അന്നദാനത്തിൽ പങ്കെടുത്തത്. അവിടെ വെച്ചാണ് പോറ്റിയുമായി പരിചയമെന്നാണ്. പക്ഷേ അദ്ദേഹം വീട്ടിൽ പോയി സന്ദർശനം നടത്തിയിട്ടുണ്ട്. മാത്രമല്ല ചില ഫോട്ടോകൾ കൂടി കടകംപള്ളി പോറ്റിയും ഒപ്പം നിൽക്കുന്ന ഫോട്ടോകൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. ഏതായാലും അന്നത്തെ ദേവസ്വം മന്ത്രി എന്ന നിലയിൽ അന്ന് അവിടെ സ്വർണ്ണക്കൊള്ള നടന്നിട്ടുണ്ടെങ്കിൽ, അതിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നോക്കേണ്ട ഉത്തരവാദിത്തമുള്ള ഒരാൾ കൂടിയാണ് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ. പക്ഷേ അന്നത്തെ പ്രതിയുമായി അദ്ദേഹത്തിന് അടുത്ത ബന്ധമാണ് ഉള്ളതെന്ന് പറയുമ്പോൾ അടൂർ പ്രകാശിനേക്കാൾ കൂടുതൽ ഗൗരവത്തോടെ അന്വേഷിക്കേണ്ടതും ആ പങ്ക് പുറത്തു അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ കാര്യങ്ങൾ പുറത്തു വരേണ്ടതുമെല്ലാം തന്നെ കടകംപള്ളി സുരേന്ദ്രനുമായി ബന്ധപ്പെട്ടതാണ്. ഏതായാലും ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രനും അടൂർ പ്രകാശും ഉൾപ്പെടെയുള്ള ഒരു വലിയ സംഘത്തിന്റെ സ്വാധീനം അല്ലെങ്കിൽ ഒരു വലിയ സംഘത്തിന്റെ സഹായം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യം SIT അന്വേഷിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ കടകംപള്ളി സുരേന്ദ്രനിൽ നിന്നും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിൽ നിന്നും SIT മൊഴിയെടുത്തിരുന്നു. ഇനി അടൂർ പ്രകാശിൽ കൂടി മൊഴിയെടുക്കാൻ സാധ്യതയുണ്ട്. ആ പട്ടിക SIT തയ്യാറാക്കുന്നു നേരത്തെ തന്നെ വിവരം പുറത്തു വന്നിരുന്നു. ഇപ്പോൾ കൂടുതൽ വെളിപ്പെടുത്തൽ പുറത്തു വന്ന സാഹചര്യത്തിൽ ഇനി അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുക എന്നതുകൂടി നമുക്കറിയേണ്ടതുണ്ട്.